ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവർക്കും അവധിയൊക്കെ ആണല്ലോ. ഇന്ന് വളരെ ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കാണാൻ ഓഫീസിലും വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വരുന്നത് തകർന്നിരിക്കുന്നത് കൊണ്ടാണ്. തകർച്ചയാണ്. അതായത് ഭയങ്കരമായ ജീവിതം നല്ല ഗ്രാഫിൽ നിൽക്കുമ്പോൾ ജീവിതം താഴോട്ട് പോവുകയാണ്. ഗതി പിടിക്കുന്നില്ല. ഭയങ്കര പ്രശ്നങ്ങൾ. തലമുറകൾ പല അബദ്ധ സഞ്ചാരത്തിലേക്ക് പോവുകയാണ്. കടം കയറുകയാണ്. ഉണ്ടാക്കിയ നന്മകളെല്ലാം നഷ്ടമായി പോവുകയാണ്. അങ്ങനെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയിൽ കൂടി പോവുകയാണ്. അപ്പം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മാനസികമാകാം, ശാരീരികമാകാം, ആത്മീകമാകാം, എന്ത് നിങ്ങൾ പേര് പറ, അതിലെല്ലാം കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വലയുന്ന ഒരുപാട് പിതാക്കന്മാരും മാതാക്കളും സഹോദരങ്ങളും ഒക്കെ എന്നെ വന്ന് കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പം ഞാൻ എൻ്റെ ഈ ഫയലിൽ മൊത്തം ഇത്രയും ഈ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളോ അവരെ കൗൺസിൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളാണ്. 100 കണക്കിന് ആൾക്കാരാണ് വന്നു പോകുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ പരമപ്രധാനമായ ചില പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അതായത് ഒരു കുടുംബം ഭയങ്കരമായിട്ട് അധോഗതിയിലേക്ക് പോകണമെങ്കിൽ, അതായത് അവരുടെ തൊടുന്നതെല്ലാം നഷ്ടം, മക്കളെല്ലാം ഒന്നും ഗതി പിടിക്കാതെ നിൽക്കുന്നു, മദ്യപാനത്തിൽ കൂടി മക്കൾ ഡിവോഴ്സുകൾ സംഭവിക്കുന്നു, എല്ലാ മക്കളുടെ കുടുംബത്തിലും പ്രശ്നമുണ്ടാകുന്നു, എല്ലാം പ്രശ്നമാകുമ്പോൾ ദർ ഇസ് സം സീരിയസ് പ്രോബ്ലം. അതൊരു ഭയങ്കര സീരിയസ് പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും ഒരു നിരന്തരമായി 100 കണക്കിന് കുടുംബങ്ങളിൽ വളരെ അടുത്ത് ഇടപെടുന്ന ഒരാളെന്ന നിലയിലും ഒരു പാസ്റ്റർ എന്ന നിലയിലുമൊക്കെ നമുക്ക് ഈ ഒരാളെ കണ്ടാൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടാൽ പ്രാർത്ഥിക്കൊന്നും വേണ്ട, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവരാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം കുടുംബങ്ങളിലുള്ള ചില കുടുംബങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോകുന്ന കുടുംബങ്ങളോട് ഈ ചിലർക്കങ്ങ് ഭയങ്കര അസൂയ തോന്നും, അസൂയൊക്കെ വരും. അപ്പോൾ ഇവർക്ക് ഈ അസൂയ തോന്നി എന്താണ്, അവർക്ക് എന്തുകൊണ്ടാണ് അസൂയ? ഇവൻ വളരുന്നു, ഇവനെ നല്ലതാകുന്നു, ഇവൻ്റെ കുഞ്ഞിന് നല്ല കഴിവുണ്ട്, നല്ല ടാലൻ്റുണ്ട്, ഇവർ കയറിപ്പോകും, ഇവർ ഞങ്ങളെക്കാൾ പൊങ്ങുന്നു എന്ന് കാണുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ കുറേ നെഗറ്റീവ് പ്രാർത്ഥന സംഭവ വികാസങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ടല്ലോ. കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം, ക്ഷുദ്രപ്രയോഗം, എതിർപ്രാർത്ഥന, ഇങ്ങനെ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ദുഷ്ട മനസ്സിൽ നിന്നാണ് ഇതെല്ലാം വരുന്നതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? സഹോദരനെ നശിപ്പിക്കണം, സഹോദരൻ ഇല്ലാതാകണം, സഹോദരനെ തീർക്കണം. നമ്മളിപ്പോൾ നമ്മുടെ മന്ത്രിമാരുടെ കസേരകളിൽ നിന്നിൻ്റെ അടിയിൽ നിന്ന് പോലും കൂടോത്രങ്ങളും എത്രയോ പൊളിറ്റീഷ്യൻസിൻ്റെ വീട്ടിൽ ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നത് എന്തിനാണ്? തകർക്കാനും ഇല്ലാതാക്കാനും പൊളിക്കാനും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം നന്നായിട്ട് പോകുന്ന ഒരു കുടുംബം ഇവർ ഈ കൂടോത്രം ചെയ്യുന്നവനെയും ഇവരെ നകർക്കാൻ ശ്രമിക്കുന്നതിനെയും ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷേ പെട്ടെന്ന് ഇവർക്ക് ഇതിനെതിരെ പ്രാർത്ഥിക്കാനോ, അല്ലെങ്കിൽ ദൈവമേ ആപത്തുകൾ തന്നെ വിടുവിക്കണമേ എന്ന് ശക്തമായ ഒരു സ്ട്രെയിൻ കൊടുത്ത് പ്രാർത്ഥിക്കാനോ അവർക്ക് പറ്റാതെ വന്നപ്പോൾ അവരുടെ കുടുംബത്തെ ആക്രമിക്കാൻ ഇതൊക്കെ തുടങ്ങും. അപ്പോൾ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബങ്ങൾ നിരന്തരമായി ഇങ്ങനെ തകർച്ചയിലേക്ക് തൊടുന്നതെല്ലാം അങ്ങ് ഫെയിലാകണമെങ്കിൽ അതിന് ഒരു റീസൺ ഈ ശത്രുക്കൾ ഇവർ വളരാതിരിക്കാൻ വേണ്ടി ഈ ചെയ്യുന്ന ചില ക്രിയകൾ. ഇതിന് ശക്തി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എതിരെ നിൽക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കാത്തവനാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്പിരിച്വൽ മണ്ഡലങ്ങളിൽ അതൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അനുഭവത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നു പലപ്പോഴും. രണ്ടാമത് അതിപ്രധാനമായ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൻ്റെ ഗ്രാഫ് പെട്ടെന്ന് താഴേക്ക് പോകുന്നു, എല്ലാവരും താഴേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതൊക്കെ ഈ
ഇപ്പം ഞാനൊരു മഹാ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ എന്നെ അങ്ങ് പ്രാഗിയെന്ന് ഓർക്കുക, ഒരാളെ ഞാനങ്ങ് ഉപദ്രവിച്ച് അവൻ്റെ ജീവിതം മുഴുവൻ ഇല്ലാണ്ടാക്കി ഒരാളങ്ങ് നീ നിൻ്റെ തലമുറ ഗുണം പിടിക്കത്തില്ലടാ എന്ന് അവൻ മനസ്സ് ഞുറുകി അങ്ങ് പ്രാഗി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവൻ്റെ കണ്ണീരാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ വളരെ പ്രതിസന്ധിയിലും വളരെ ബുദ്ധിമുട്ടിലും വളരെ തകർച്ചയിലും തകർന്ന് തരിപ്പണമായിരിക്കുന്ന കുടുംബങ്ങളിൽ ഞാൻ അവരുടെ പൂർവന്മാരുടെ ഹിസ്റ്ററി ചോദിക്കാറുണ്ട്. അവരെങ്ങനെയുള്ള ആൾക്കാരായിരുന്നു, അവർ ആരെങ്കിലും ഉപദ്രവിക്കുന്നവരായിരുന്നു, വഴി അടയ്ക്കുന്നവരായിരുന്നു, കല്യാണം മുടക്കികളായിരുന്നു, ഒരു മനുഷ്യൻ്റെ നന്മ തകർക്കുന്നവരായിരുന്നു, തൊട്ടപ്പുറത്തെ പയ്യൻ വളരുമ്പോൾ അവനെ അടിച്ചമർത്തുന്നവരായിരുന്നു, അവൻ്റെ വഴി അടച്ചുവിടുന്നവരായിരുന്നു, മനസ്സിൽ ഒരുപാട് ദുഷ്ടത നിറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ നശിച്ചു പോകണമെന്ന് ചിന്തിക്കുന്ന കോൺസെപ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പിതാക്കന്മാരാണെങ്കിൽ തലമുറകളിലേക്ക് ആ ശാപം, ആ പ്രാക്കിൻ്റെ പവർ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കർമ്മയുണ്ടല്ലോ, കർമ്മ. നമ്മൾ നന്മ ചെയ്താൽ നന്മ നമ്മളെ പിന്തുടരും, തിന്മ ചെയ്താൽ. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ മകൻ ഒരു പാവം പയ്യനാണെങ്കിലും ഞാനൊരു ക്രൂരനായ വൃത്തികെട്ടവനാണെങ്കിൽ, മറ്റുള്ളവരെ നശിപ്പിക്കുന്നവനും ഞാൻ മറ്റുള്ളവരെ ഇല്ലാണ്ടാക്കാൻ എൻ്റെ പഠിച്ച പടി 18 നോക്കുന്നവനാണെങ്കിൽ ഡെഫിനറ്റ്ലി അതെൻ്റെ മകനിലേക്ക്, അടുത്ത മകനിലേക്ക്, ബൈബിളൊക്കെ പറയുന്ന 4 തലമുറയിലേക്ക് പോലും ഈ ഒരു മറ്റുള്ളവൻ്റെ കണ്ണീര് കിടക്കുമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുക്കൽ വരുന്നവർക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അതായത് നമ്മൾ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്കൊരു മുന്നേറ്റം ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അതിപ്രധാനമായ കാരണങ്ങളിൽ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന് ശത്രുത, 2 ഈ കണ്ണീര് കിടക്കുന്ന അവസ്ഥ. അപ്പം ഇത് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ ഉറപ്പായിട്ടും ഇത് മാറും പ്രിയപ്പെട്ടവരെ. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ജീവിതങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ടെലിവിഷനിലാണ് നിരവധി 10,000-കണക്കിന് ആൾക്കാർക്ക് വേണ്ടി ടെലിവിഷനിൽ കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ആളുകളാണ് നമ്മളെ കാണാൻ വരുന്നതും ബന്ധപ്പെടാൻ വരുന്നതും ഫോൺ വിളിക്കുന്നതും എല്ലാം. അപ്പം വിവിധ രാജ്യങ്ങളിലാകട്ടെ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, എപ്പം നമ്മൾ ഈ കേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നു, ഈ കേഴ്സിനെ ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഞങ്ങൾക്ക് വിരോധമായ ശത്രുക്കൾ കെട്ടിയ അതിനെ നമ്മൾ ഒറ്റ പ്രാർത്ഥന മതി എന്നുള്ളതാണ്. പക്ഷെ പ്രാർത്ഥിക്കേണ്ട ഒരു രീതികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിൽ നമുക്കിതിൽ നിന്ന് തീർച്ചയായിട്ടും മോചനമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം തകർന്ന് കിടക്കുന്ന, വളരെ വേദനയിൽ ബുദ്ധിമുട്ടുന്ന, വളരെ ഞെരുങ്ങിക്കഴിയുന്ന കുടുംബങ്ങൾക്ക് ശക്തമായ വിടുതലുണ്ട്, പൂർണ്ണമായ വിടുതലുണ്ട് എന്ന് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഞാൻ പറയുന്നത് കണ്ടിന്യൂസ് ടെററാണോ, കണ്ടിന്യൂസ് പ്രതിസന്ധിയിലൂടെ പോവുകയാണോ, ഒരു ഗതിയും പരഗതിയില്ലാതെ ഇരിക്കുകയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥന ഹെൽപ്പ് വേണമെങ്കിൽ യു ക്യാൻ കം ഓൺ സൺഡേസിൽ ഞാനും ഞങ്ങളുടെ സീനിയർ പാസ്റ്റേഴ്സും ഹോൾ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ നിങ്ങൾക്കും വീട്ടിൽ നിന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ഹെൽപ്പ്, കം ടു അസ് ഓൺ സൺഡേസ്. ഞാൻ നിരവധി കുടുംബങ്ങളെ, അതായത് ഞാൻ പറഞ്ഞ ഈ പ്രശ്നമില്ലാത്ത കുടുംബങ്ങളില്ലെന്നല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, പക്ഷെ നിരന്തരമായിട്ടങ്ങ് തകർന്ന് തരിപ്പണമായി ഭയങ്കരമായിട്ട് കീഴോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എല്ലാം പുറകോട്ട് പോകുന്നവർ, ഞാൻ പറയും 1ഉം 2ഉം വിഷയങ്ങൾ. ഇപ്പോൾ ചില വിഷയങ്ങൾ നമുക്ക് മാനുഷികമാണ്, നടക്കാതെ വരും. പക്ഷേ ചില വിഷയങ്ങൾ ഇതിപ്പം ഉള്ള പ്രോപ്പർട്ടി എല്ലാം കോടികളുണ്ടായിരുന്നു, പ്രോപ്പർട്ടി എല്ലാം വിറ്റ് പോകുന്നു, നാശമാകുന്നു, ജോലി നഷ്ടപ്പെടുന്നു, മക്കൾ നഷ്ടപ്പെടുന്നു, വിവാഹമോചനം ഉണ്ടാകുന്നു, ആത്മഹത്യകൾ നടക്കുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന നിരന്തരമായ പ്രതിസന്ധികളാണ്. അപ്പോൾ ഒന്നോർത്ത് നോക്കി എന്തൊക്കെ പ്രശ്നങ്ങളാണ്. മക്കളെല്ലാം ഡിവോഴ്സ് ആകുന്നു, ഉള്ള നന്മകൾ മുഴുവൻ ചോർന്നു പോകുന്നു, ആ മക്കളെല്ലാം മദ്യപാനികളാണ്. ഇങ്ങനെ എല്ലാം പ്രശ്നമായ കുടുംബങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയും, യു ട്രൈ, ഇങ്ങനൊന്ന് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കാമോ? ദൈവമേ,
ശത്രുക്കൾ ആരെല്ലാം ഞങ്ങൾക്കെതിരെ എന്ത് ചെയ്താലും അതിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം തരാൻ ഞങ്ങളെ സഹായിക്കണേ. ഈ കേഴ്സുകൾ നിന്നൊരു വലിയ മോചനം വേണം, അതിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ലെറ്റ് മീ ടെൽ യു ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ അനുഭവത്തിൽ, ഞാൻ അനുഭവം സംസാരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എൻ്റെ അനുഭവത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിരവധി കുടുംബങ്ങളിലെ വലിയ പ്രതിസന്ധികൾ അങ്ങ് മാറുകയാണ്. അതായത് പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭയങ്കര ഭൂമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു കേഴ്സിനെ, ആ ഒരു കണ്ണീരിനെ നമ്മൾ ഏറ്റു പറയുമ്പോൾ, ദൈവമേ എൻ്റെ പിതാക്കന്മാരങ്ങോട് ചെയ്ത, മനുഷ്യരോട് ചെയ്ത ക്രൂരതകൾക്ക് ഒരു കൊച്ചുമകൻ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആ കണ്ണീര്, നമ്മുടെ ദൈവം സ്നേഹമാണല്ലോ, ദൈവം സ്നേഹമാണ്. പക്ഷേ ദൈവം സ്നേഹമായതുകൊണ്ടാണ് മറ്റുള്ളവൻ്റെ കണ്ണീര്, അവരോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ അനുഭവിക്കുന്നൂടെ ഓർക്കണം. പക്ഷെ നമ്മളിത് ഏറ്റു പറയുമ്പോൾ ദൈവം നിശ്ചയമായിട്ടും നമ്മളെ വിടുവിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മളിങ്ങനെയുള്ള കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ബി ഫ്രീ എന്നാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും അത് മോചനം നേടാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന സഹായങ്ങൾ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞാൻ വ്യാഴാഴ്ചകളിൽ എന്നെ ഒക്ടോബർ വരെ ബുക്കിംഗാണ്. നിങ്ങൾക്ക് വോക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് സൺഡേസിൽ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട, യു ക്യാൻ ഡയറക്റ്റ്ലി കം. പക്ഷേ അന്നേരം എന്നെ കാണണമെങ്കിൽ ഉച്ച കഴിഞ്ഞാണെങ്കിൽ കുറേ വെയിറ്റ് ചെയ്യണം, വന്നാലും നമുക്ക് കാണാൻ കഴിയും, ഓരോ കുടുംബങ്ങളെ കാണാം. അല്ലെങ്കിൽ ജനറലായിട്ട് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് പ്രേ ആണെങ്കിൽ ഞാനൊരു 12 മണിയാകുമ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുന്ന ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഞാനും എൻ്റെ ടീമും ആസ് എ ഹോൾ ചർച്ച്, ഞങ്ങളുടെ സീനിയർ പാസ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. പക്ഷേ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം നിരന്തരമായി ഫോൾ ഡൗണിൽ പോവുക, നിരന്തരമായി കഷ്ടതയിൽ പോവുക, നിരന്തരമായി കുഴിയിലോട്ട് പോവുക, നിരന്തരമായി പാതാളത്തിലേക്ക് പോവുക. അപ്പനുണ്ടായിരുന്നു, വല്യപ്പനുണ്ടായിരുന്നത് പിന്നെ എന്നിലേക്ക് വന്നിരിക്കുകയാണ്, അത് പിന്നെ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ചില വിഷമങ്ങൾ എനിക്ക് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ മോചനത്തിനും നിങ്ങളുടെ വിടുതലിനും വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാനിത് ഈ അവധി ദിവസത്തിൽ ഇത് പറയുന്നത്. ഇത് വളരെ പരമപ്രധാനമായ ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോടിത് പറയുന്നത് പ്രിയപ്പെട്ടവരെ. അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടി നമുക്ക് ഫ്രീ ആകാൻ ദൈവം നമ്മളെ സഹായിക്കണം. അപ്പം ഞാൻ ഇഫ് യു വാണ്ട് അസ് ടു പ്രേ, ഈ അവധി ദിവസമാണല്ലോ ഈ സൺഡേ, യു ക്യാൻ കം ഇൻ, വാക്ക് ഇൻ. പക്ഷേ നിങ്ങൾ വിളിച്ചൊന്ന് പറഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ ഈ ടെലിഫോൺ നമ്പറിൽ സൺഡേ യു വാണ്ട് കം ഹിയർ ആൻഡ് ജസ്റ്റ് ആസ്ക് ഫോർ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് ഫ്രീഡം വേണം. ജസ്റ്റ് ഈ സൺഡേ യു ക്യാൻ കം ഇൻ. ഈ സൺഡേ നിങ്ങൾക്ക് വരാം, വിളിച്ചിട്ട് അവിടേക്ക് വരാം. വിൽ ഹെൽപ്പ് യു ഇൻ പ്രേയിങ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, നിങ്ങളെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആകാൻ വേണ്ടിയാണ് ഞാൻ ഈ പേജ് തന്നെ നിലനിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സോ ലെറ്റ് മീ പ്രേ ഫോർ യു മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദുഃഖങ്ങളെയെല്ലാം, ഒരുപക്ഷെ നിങ്ങളുടെ ഈ പ്രതിസന്ധികളെ മാറ്റാൻ ആയിരിക്കാം ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി നിങ്ങൾ വളരെ പ്രതിസന്ധിയിൽ കൂടി പോകുമ്പോൾ ദൈവത്തിൻ്റെ സമയം വന്നിരിക്കുകയായിരിക്കാം. ഈ ശാപങ്ങളിൽ നിന്നും ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ മാറാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയായിരിക്കും. സോ ജസ്റ്റ് സ്പെഷ്യൽ പ്രയർ സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഡു ദാറ്റ്. അതേ ഞാൻ എപ്പോഴും പറയുന്നത് ദാറ്റ് ഇസ് ഓൾവേസ് ഗുഡ്. പിന്നെ ഇഫ് യു വാണ്ട് ഞങ്ങളുടെ ഹെൽപ്പ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ബി ദർ ഫോർ യു. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ബാക്കി ദിവസങ്ങളൊക്കെ നമ്മൾ എൻഗേജ്ഡും പാക്ഡുമായിട്ട് യു ക്യാൻ വാക്ക് ഇൻ ഓൺ സൺഡേ. ഞാൻ ഈ ഓണത്തിൻ്റെ അവധിയുടെ കഴിഞ്ഞ ഈ സൺഡേയിലെ ഡേറ്റ് എത്രയാണ്? ഈ സൺഡേയിലെ ഡേറ്റ് എൻ്റെ മുമ്പിൽ കലണ്ടേഴ്സൊന്നും ഇല്ല. ഞാനത് സ്ക്രീനിലിടാം. അപ്പോൾ ഈ സൺഡേ നിങ്ങൾക്ക് കടന്നു വരാം. വി വിൽ പ്രേ. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്ക് എതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. സോ ഇറ്റ്സ് ലൈക്ക് എ ബ്ലെസ്സിങ് സർവീസ്. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു സൺഡേ ആണ്. ജസ്റ്റ് കം ഇൻ വിത്ത് യുവർ ഫാമിലി, കം ഇൻ വിത്ത് യുവർ കിഡ്സ്. വിൽ പ്രേ ഫോർ യു. ഓക്കെ,
ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ലോകം മുഴുവൻ സുഖം പകരണം. എന്നാൽ ആ സുഖത്തിന് വിരോധമായി ചില പ്രതിസന്ധികൾ, ചില ശത്രുക്കൾ ഞങ്ങളുടെ നന്മകളെ മുടിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുന്നു. ചിലപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഒരുപക്ഷെ ആരെങ്കിലും ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയോ അടിക്കുകയോ ആക്രമിക്കുകയോ കൊല്ലുകയോ ചതിക്കുകയോ പണം മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുകയോ ഇങ്ങനെ എന്തൊക്കെ സംതിങ് മറ്റുള്ളവൻ്റെ കണ്ണീരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സകല വേദനകളെയും കർത്താവ് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു റീസൺ ഇല്ല എന്ന് ദിസ് ഈസ് ദ റീസൺ. അപ്പം ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ നേടുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വഴിയും വാതിലും ദൈവം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൺഡേ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന മക്കളെ അവർക്ക് വരുവാനും ഇതിൽ നിന്നൊരു മോചനം ലഭിക്കാനും ഒക്കെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഈ കുടുംബങ്ങൾക്ക് ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് ഫ്രീഡം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങ് ചെയ്തതുപോലെ ഈ വർഷവും അങ്ങ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ലെറ്റ് മീ ടെൽ യു, ഈ ഞായറാഴ്ച ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും ബോണ്ടേജസ് ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ, അത്രയേ ഉള്ളൂ. ഉണ്ടെന്നും നമ്മൾ പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. ഉണ്ടെങ്കിൽ അത് മാറട്ടെ, അത് മാറി നിങ്ങൾ അതൊരു തടസ്സമായി നിൽക്കരുത് എന്നുള്ളതാണ്. സോ ഇഫ് യു വാണ്ട് ആസ് ടു പ്രേ യു ക്യാൻ കം ഓൺ സൺഡേ വരേണ്ട മാപ്പ് ഞങ്ങൾ ഈ ലൊക്കേഷൻ മാപ്പ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് മാപ്പ് തരുന്നതാണ്. ഒരു കാര്യം പറയാണ്, ചില ആൾക്കാരുണ്ട് നമ്മൾ ഈ അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ട് മറ്റുള്ളവരുടെ ടൈമോടെ കവർന്നിട്ട് അവർ വിളിച്ചു പോലും പറയാതെ വരാതിരിക്കും. അങ്ങനെ ചെയ്യരുത്. അത് മറ്റുള്ളവരുടെ ഒരു ടൈമോടാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, ജസ്റ്റ് വാക്ക് ഇൻ. നിങ്ങൾ വന്നിട്ട് വി വിൽ പ്രേ ഫോർ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾക്ക് വേണ്ടി, പരമാർത്ഥതയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യു ക്യാൻ ദൈവം അനുവദിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാം, അത്രയേ ഉള്ളൂ. ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നന്മയുണ്ടാകട്ടെ. എല്ലാവരും സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനം വേണം പ്രിയപ്പെട്ടവരെ. ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിമർശിക്കാൻ ഒത്തിരി പേര് ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ, കാരണം ഞാൻ ഓൾറെഡി ഇപ്പം ഒരു പബ്ലിക് ഫിഗറാണ്. സോ എടുത്തുകൊണ്ട് പോയി വിമർശിക്കുന്നവരാണ്. അങ്ങനെ ഒരു വിമർശനത്തിന് പോലും ഞാൻ ഇടം കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. യു ജസ്റ്റ് കം ഇൻ, വാക്ക് ഇൻ. നിങ്ങളുടെ കുടുംബത്തിന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഗാഡ് ബ്ലെസ് യു. വി ലവ് യു. സീ യു അറ്റ് പ്രയർ ടവർ. സീ യു അറ്റ് പ്രയർ പ്രാർത്ഥന ഗോപുരത്തിൽ ഞായറാഴ്ച കാണാം. ഗാഡ് ബ്ലെസ് യു. കൺമണി പോൽ കാക്കും. എല്ലാരും കരങ്ങളെ ഉയർത്തിക്കമോ. കൺമണി തുടയ്ക്കും. ഓ കൺമണി പോൽ കാക്കും. കാർമേഘം പോன்ற കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും.